ഇത് നമുക്ക് അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഫിഷ് മോൾ ചെയ്ത് നോക്കാം. ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, നാരങ്ങ നീര്, കറിവേപ്പില ചോപ്പ് ചെയ്തത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഏരി ഫിഷ് ആണ് എടുത്തിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്തെടുക്കാണ്. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഓവർ കുക്കാക്കി എടുക്കുന്നില്ല. ബാക്കി തേങ്ങാപ്പാലിലാണ് ശരിക്കും ഈ ഫിഷ് വേവുന്നത്. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, ചെറുതായിട്ട് കട്ടി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിന് എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ വലുപ്പത്തിലുള്ള ഒരു സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓവറായിട്ട് നമ്മൾ ബ്രൗൺ കളർ ആക്കി എടുക്കുന്നില്ല. മഞ്ഞപ്പൊടി കുറച്ച് കൂട്ടിയിടുന്നുണ്ട്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി വളരെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാണ് മസാലയെല്ലാം. സാധാരണ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് 20 മിനിറ്റോളം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് നമുക്ക് പോകും. ഇത് 2 മിനിറ്റ് കൊണ്ട് മാഗിയുടെ ക്രീമി കോൺക്രീറ്റ് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഇതിൽ രണ്ടാം പാലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺക്രീറ്റ് മിൽക്ക് പൗഡർ എടുത്തു. അതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. നല്ല തിന്നായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചൂടുവെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കി. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല, തേങ്ങാപ്പാലിൽ തന്നെയാണ് ഫിഷ് കുക്ക് ചെയ്തെടുക്കുന്നത്. ടൈറ്റ് ആവാനായിട്ട് ഒന്നാം പാലാണ് തയ്യാറാക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റിൽ നമ്മൾ തയ്യാറാക്കി. നല്ല തിക്കായിട്ടുള്ള സ്റ്റൂവ്, കറി, പായസം എല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം. ടൊമാറ്റോ, ക്യാപ്സിക്കം ഇടുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോൾ കറി ഉണ്ടാക്കിയാലും ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കാം.